ഹായ്, ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ അരിത്മെറ്റിക് സീക്വൻസ്. ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് എക്സസൈസിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വി ക്യാൻ മേക്ക് ട്രയാങ്കിൾസ് ബൈ സ്റ്റേക്കിംഗ് ഡോട്ട്സ്. ഇവിടെ കുറേ കുത്തുകൾ ട്രയാങ്കിൾസ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ഈച്ച് ട്രയാങ്കിൾ. ഓരോ ട്രയാങ്കിളിലെ കുത്തുകളുടെ എണ്ണം കണ്ടുപിടിക്കുക. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് needed to make the next 3 triangles in this pattern. ഇതേ പാറ്റേൺ, ഇതേ സീക്വൻസ് തന്നെ പോകുമ്പോൾ ഇതിൻ്റെ എണ്ണം എടുത്തിട്ട് ഇതേ രീതിയിൽ അടുത്ത 3 ട്രയാങ്കിളുകൾ ഉണ്ടാക്കിയാൽ അവിടുത്തെ ഡോട്ടുകളുടെ എണ്ണം കണ്ടുപിടിക്കുക. നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ദ ഫസ്റ്റ് ട്രയാങ്കിൾ 1 + 2 ആണ്. ഫസ്റ്റ് റോയിൽ 1, സെക്കൻഡ് റോയിൽ 2 ഈക്വൽ ടു 3. Number of dots in the second triangle. First row 1 plus second row 2 plus third row 3 equal to 6. Number of dots in the third triangle. 1 plus 2 plus 3 plus 4 equal to 10. 10 dots. Number of dots in the fourth triangle. Fourth triangle ഇവിടെ തന്നിട്ടില്ല. നമ്മൾ തുടർന്നുള്ള 3 ട്രയാങ്കിൾ എഴുതണം. അപ്പോൾ 4th, 5th, 6th നമുക്ക് എഴുതാം. നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ദ ഫോർത്ത് ട്രയാങ്കിൾ ഈക്വൽ ടു 2 + 3 + 4 + 5 ഈക്വൽ ടു 15. നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ദ ഫിഫ്ത്ത് ട്രയാങ്കിൾ ഈക്വൽ ടു 1 + 2 + 3 + 4 + 5 + 6 ഈക്വൽ ടു 21. Number of dots in the sixth triangle equal to 1 + 2 + 3 + 4 + 5 + 6 + 7 equal to 28. അപ്പോൾ നമ്മുടെ സീക്വൻസ് 3, 6, 10, 21, 28. This is the second question. From the sequence of equilateral triangle, square, regular pentagon, and so on, of regular polygons from the following sequences. അതായത് ഈക്വലേറ്റർ ട്രയാങ്കിൾ, സ്ക്വയർ, അങ്ങനെയുള്ള റെഗുലർ പോളിഗൺസ് ഓരോ സൈഡ് ട്രയാങ്കിൾ മുതൽ സ്ക്വയർ ആകുമ്പോൾ 4 സൈഡ്, പെൻഡഗൺ ആകുമ്പോൾ 5 സൈഡ്, റെഗുലർ പോളിഗൺസ് ഓരോ സൈഡിൽ വീതം കൂടി പോകുന്ന പോളിഗൺസിന്റെ ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അതായത് നമ്പർ ഓഫ് സൈഡ്സ് 3, 4, 5, 6 എക്സെട്ര അങ്ങനെയുള്ള സൈഡ്സ്, അതായത് ട്രയാങ്കിൾ, സ്ക്വയർ, പെൻഡഗൺ, ഹെക്സഗൺ അങ്ങനെയുള്ള പോളിഗൺസിന്റെ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ സം ഓഫ് ഇന്നർ ആംഗിൾസ്, സം ഓഫ് ഔട്ടർ ആംഗിൾസ്, ആൻഡ് ഇന്നർ ആംഗിൾ ആൻഡ് ഔട്ടർ ആംഗിൾ. അത് ഓരോ പോളികളും ഓരോ സൈഡിലുള്ള പോളികളും സീക്വൻസ് ഓഫ് നമ്പർ ഓഫ് സൈഡ്സ് 3, 4, 5 എക്സെട്ര ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓർക്കേണ്ട കാര്യം, ദ നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് എ പോളിഗൺ ഈസ് n, then the sum of inner angles. ഇത് മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു n സൈഡ് പോളിഗണിന്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് ഈക്വൽ ടു പണ്ട് പഠിച്ച ഇക്വേഷൻ n-2 × 180. ഇതായിരിക്കും ഇവിടുത്തെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ ഇപ്പോൾ 3 സൈഡിൽ നമുക്കറിയാം ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിന്റെ ഇന്നർ ആംഗിളിന്റെ സമ്മ് 180 ആണ് നമുക്കറിയാം. 4 സൈഡിലുള്ളത് സ്ക്വയറിന്റെ 360 ആണെന്നും അറിയാം. പിന്നെയുള്ളത് 5 സൈഡ് പെൻഡഗൺ 5 - 2 അതായത് 3 × 180 അത് ഈസ് ഈക്വൽ ടു 540 ആണ്. ഇനി 6 സൈഡിലുള്ളത് ഹെക്സഗൺ വരുമ്പോൾ 6 - 2 4 4 × 180 ഈക്വൽ ടു അത് 720 ആണ്. ഇനി ഒരു സൈഡ് കൂടെ എടുത്താൽ 7 സൈഡിലാണെങ്കിൽ അപ്പോൾ 7 - 2 5 5 × 180 ഈക്വൽ ടു അത് 900. അപ്പോൾ സീക്വൻസ് ഓഫ് ദ സം ഓഫ് ഇന്നർ ആംഗിൾസ് ഈക്വൽ ടു 180, 360, 540, 720, 900 etc. സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഓഫ് പോളിഗൺ. അപ്പോൾ സം ഓഫ്
ഔട്ടർ ആംഗിൾസ് ഓഫ് എനി പോളിഗൺ, ഏതൊരു പോളിഗൺ ആണെങ്കിലും സം ഓഫ് ഔട്ടർ ആംഗിൾ ഈക്വൽ ടു അത് 360 ഡിഗ്രി ആയിരിക്കും. ഏത് പോളിഗൺ, അതായത് ട്രയാങ്കിൾ ആണെങ്കിലും സ്ക്വയർ ആണെങ്കിലും പെന്റഗൺ ആണെങ്കിലും ഹെക്സഗൺ ആണെങ്കിലും എല്ലാം സം ഓഫ് ഔട്ടർ ആംഗിൾസ് 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ പോളിഗൺ ഏതായാലും സം ഓഫ് ഔട്ടർ ആംഗിൾസിന്റെ സീക്വൻസ് എന്ന് പറഞ്ഞാൽ 360 360 360 360 എക്സെട്ര ആയിരിക്കും. അടുത്തത് സം ഓഫ് ഇന്നർ ആംഗിൾസ്, അതിൽ നിന്നും ആൻഡ് ഇന്നർ ആംഗിളും ആൻഡ് ഔട്ടർ ആംഗിളും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു പോളിഗണിന്റെ ഒരു ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാം. നമുക്ക് സം ഓഫ് ഇന്നർ ആംഗിൾ നമ്മൾ n-2 into 180 എടുത്ത് ചെയ്തു. അപ്പോൾ if the number of sides of a polygon is n, the measure of one angle of the regular polygon equal to sum of inner angles divided by n ആണ്. അപ്പോൾ സം ഡിവൈഡ് ബൈ n നമ്മൾ ചെയ്താൽ മതി, അതായത് സം ഡിവൈഡ് ബൈ n. അപ്പോൾ ഓരോ പോളിഗണിലും നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തേത് ട്രയാങ്കിൾ ആണ്. അപ്പോൾ 180 ഡിവൈഡ് ബൈ ട്രയാങ്കിൾ നമ്പർ ഓഫ് സൈഡ്സ് 3 ആണ്, ഈക്വൽ ടു നമുക്ക് 60 എന്ന് കിട്ടും. അടുത്തത് 360 ആണ്, 360 ഡിവൈഡ് ബൈ 4 സൈഡാണ്, ഈക്വൽ ടു നമുക്ക് 90 എന്ന് കിട്ടും. ഇതിനോട് നമുക്ക് അറിയാവുന്നതാണ്. ഇനി അടുത്തത് 540 ആണ്, 540 ഡിവൈഡ് ബൈ ഈക്വൽ ടു 108 ഡിഗ്രി. ഇനി 720 ഡിവൈഡ് ബൈ 6 ആണ്, ഈക്വൽ ടു 120 എന്ന് നമുക്ക് കിട്ടും. ഇപ്പോൾ സീക്വൻസ് ഓഫ് ഇന്നർ ആംഗിൾസ് ഈക്വൽ ടു 60 90 108 120 എക്സെട്ര ഇന്നർ ആംഗിളിന്റെ സീക്വൻസ്. ഇനി ആൻഡ് ഔട്ടർ ആംഗിൾ, the sum of sides of, if the number of sides of a polygon is n, the measure of the outer angle of the regular polygon. അപ്പോൾ നമ്പർ ഓഫ് സൈഡ്സ് നമുക്ക് n ആണ്, നമുക്ക് അറിയാമെങ്കിൽ ഔട്ടർ ആംഗിളിന്റെ സം എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈക്വൽ ടു അത് 360 ഡിവൈഡ് ബൈ n ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ സൈഡും ആദ്യം ട്രയാങ്കിൾ 3 സൈഡിൽ, അപ്പോൾ 360 ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു 120 ഡിഗ്രി. അതുപോലെ 360 ഡിവൈഡ് ബൈ 4 4 സൈഡ് സ്ക്വയർ ഒക്കെ ആണെങ്കിൽ ഈക്വൽ ടു ഇത് 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ 360 ഡിവൈഡ് ബൈ 5 ഈക്വൽ ടു അത് 72 ഡിഗ്രി. അതുപോലെ 360 ഡിവൈഡ് ബൈ 6 60 ഡിഗ്രി ആയിരിക്കും. ഇപ്പോൾ സീക്വൻസ് ഓഫ് outer angles in sequence equal to 120, 120 degree, 90 degree, 72 degree, 60 degree, etc. അങ്ങനെ സീക്വൻസ് നീണ്ടുപോകും. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ, write the sequence of natural numbers which leave remainder 1 on division by 3. And sequence of natural numbers which leave remainder 2 on division by 3. വളരെ എളുപ്പമാണ്. Sequence of natural numbers leave remainder 1 on division by 3. നമുക്ക് നോക്കാം. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. അപ്പോൾ അവിടെ റിമൈൻഡർ ഇല്ല. അപ്പോൾ ആ റിമൈൻഡർ 3 ചേർത്താൽ നമുക്ക് 4 എടുക്കാം. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1 റിമൈൻഡർ കിട്ടും. ഇനി 1 എന്ന നമ്പറിനെ തന്നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ 0 ആയിരിക്കും. ക്വസ്റ്റ്യൻ 0 ആയിരിക്കും കിട്ടുക. പക്ഷെ ഇവിടെ റിമൈൻഡർ ആയിട്ട് 1 അവിടെ നിൽക്കും. അപ്പോൾ 1 റിമൈൻഡർ കിട്ടണം. അപ്പോൾ ആ നമ്പറിൻ്റെ കൂടെ നമ്മൾ 1 ചേർത്ത് എഴുതിയാൽ മതി. അപ്പോൾ നമ്മുടെ സീക്വൻസ് നമുക്ക് 1ൽ തുടങ്ങാം. 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ 0 ആയിരിക്കും. പക്ഷെ റിമൈൻഡർ 1 കിട്ടും. ഇനി എന്നോട് 3 കൂട്ടിയാൽ വീണ്ടും 4 അടുത്ത നമ്പർ. 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 1 ആൻസർ കിട്ടും. റിമൈൻഡർ 1 കിട്ടും. വീണ്ടും ഒരു 3 കൂടെ കൂട്ടിപ്പോയാൽ അതോടെ ആൻസർ 7. 7നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ 1 കിട്ടും. 10 അതുപോലെ 13 എക്സെട്ര. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ്സ് റിമൈൻഡർ
2 which leave remainder 2 on division by 3. അത് ഇതേപോലെ തന്നെ ഫസ്റ്റ് നമ്പർ നമുക്ക് 2 എന്ന് എടുക്കാം. 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ 0 ആണെങ്കിൽ റിമൈൻഡർ 1 കിട്ടും. അപ്പോൾ 3 പ്ലസ് അടുത്തത് 3 പ്ലസ് 2 5. അവിടെയും റിമൈൻഡർ 2. 8 11 14. ക്വസ്റ്റ്യൻ ചെറുതാണെങ്കിൽ ചെയ്യാൻ അധികം ഇല്ലെങ്കിലും ക്വസ്റ്റ്യൻ വലുതായതും കുറേ സമയം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ വല്ലാണ്ട് എന്തായി പോകും. അപ്പോൾ അടുത്ത ഈ എക്സസൈസ് തന്നെ 4ഉം 5ഉം ക്വസ്റ്റ്യൻ ഉണ്ട്. നാലാമത്തെ എളുപ്പമാണ്. 5ാമത്തെ ക്വസ്റ്റ്യനും കുറച്ച് വിശദീകരിക്കാനുണ്ട്. അതുകൊണ്ട് ആ 2 ക്വസ്റ്റ്യനും അടുത്ത വീഡിയോയിൽ